ഒരു നിയമപണ്ഡിതൻ യേശുവിനെ പരീക്ഷിക്കാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37 തൊട്ടുള്ള തിരുവചനങ്ങൾ. വളരെ പ്രധാനപ്പെട്ടൊരു കൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക? 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. നാം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ ദൈവം നമ്മുടെ കാര്യം നോക്കും. 1 പത്രോസ് 3:15. നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. ഹെബ്രായർ 3:1. സ്വർഗീയ വിളിയിൽ പങ്കുകാരായ വിശുദ്ധ സഹോദരരെ, ശ്രേഷ്ഠ പുരോഹിതനും അപ്പോസ്തലനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. പ്രഥമ സ്ഥാനം യേശുവിനാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ 1-ാം സ്ഥാനം യേശുവിന്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ ദൈവം നമ്മുടെ കാര്യം നോക്കും. നാം ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, നാളെക്കുറിച്ച് അസ്വസ്ഥപ്പെടുകയും വേണ്ട. കാരണം നമ്മുടെ ദൈവത്തിനാണ് നാം പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് 1-ാം സ്ഥാനം നാം കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായ രീതിയിൽ വഴി നടത്തും, പരിപാലിക്കും, സംരക്ഷിക്കും. നമ്മുടെ കുറവുകളിലേക്ക് ദൈവം കടന്നു വരും. നമ്മുടെ ബലഹീനതയിൽ കർത്താവ് ശക്തി പകരും. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാം. ഹൃദയത്തിലും ചിന്തയിലും ജീവിതത്തിലും പ്രഥമ സ്ഥാനം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കാം. നമ്മുടെ ജീവിതം കർത്താവ് മനോഹരമായിട്ട് മാറ്റും. മാത്രമല്ല, അത്ഭുതകരമായ രീതിയിൽ നമ്മളെ പരിപാലിക്കുകയും ചെയ്യും. വചനം പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാകുകയില്ല. സഹോദര സഹോദരി, നീ യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുക, പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. അവിടുന്ന് നമ്മുടെ അന്ധകാര ജീവിതത്തെ മനോഹരമാക്കും. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും അവിടുന്ന് നമ്മളെ വിടിവിക്കും. അവിടുത്തെ ഉള്ളം കൈയിൽ നമ്മളെ പരിപാലിക്കും. കർത്താവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ജീവിച്ചപ്പോഴും അവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. മേഘസ്തംഭമായിട്ടും അഗ്നിസ്തംഭമായിട്ടും കർത്താവ് അവരെ പരിപാലിച്ചു. അവരുടെ വസ്ത്രം കീറിയില്ല, പഴകിയില്ല, ചെരുപ്പുകൾ തേഞ്ഞു പോയില്ല. മന്നയും കാടപ്പക്ഷിയും നൽകി ദൈവം അവരെ തീറ്റിപ്പോറ്റി. എന്നാൽ അവർ കർത്താവിൽ നിന്നും അകന്നപ്പോഴും കർത്താവ് സ്നേഹത്തോടുകൂടി അവരെ ചേർക്കുന്നുണ്ട്. അവർ അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം വീണ്ടും കരുണയോടുകൂടി അവരെ ചേർത്ത് പിടിക്കുക. അവരെ വീണ്ടും ദൈവം വഴി നടത്തുന്നുണ്ട്. സഹോദരങ്ങളെ, കർത്താവ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല. നമ്മുടെ ദൈവം സ്നേഹനിധിയായ കരുണാസമ്പന്നനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. അവിടുത്തെ വചനത്തെയും കൽപ്പനകളെയും നമുക്ക് മുറുകെ പിടിക്കാം. അങ്ങനെ നമ്മൾ ജീവനുള്ള മക്കളായിട്ട് മാറട്ടെ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടിയാണ്. ഈ സമൃദ്ധമായ ജീവൻ നമുക്ക് സ്വീകരിക്കാം. ആമേൻ.